ഷിബി രാകേഷ്, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഗുഡ് ഈവനിങ്. എനിക്ക് കേൾക്കാം. ഈ ലഹരി സെറ്റിൽ നിന്ന് ഒഴിവാക്കണ്ടേ, അതിനായി ഒരു കൂട്ടായ പ്രയത്നമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് സെറ്റുകളിൽ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു പോകേണ്ട രീതിയിലുള്ള ഒരു പരിശോധന നടക്കാത്തത്? ഞങ്ങൾ 2022 തന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ലഹരി ഉപയോഗം സെറ്റുകളിൽ കൂടുന്നുണ്ട് എന്നൊക്കെ. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടന്നതായിട്ട് അറിവിലില്ല. സർക്കാർ ഇടപെടും എന്നൊക്കെ പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലുണ്ട്, പക്ഷേ ഇടപെട്ടില്ല അല്ലേ? അതെ, ഇടപെടുമെന്ന് പറഞ്ഞു. ഒന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇടപെടാതിരിക്കാൻ വേറെ ആരോ ഇടപെട്ട് കാണും, അങ്ങനെ ആയിരിക്കും അല്ലേ ശ്രീ രാകേഷ്? അതിനെപ്പറ്റി അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇടപെടൽ നടന്നതായിട്ടുള്ളത് തോന്നുന്നില്ല. പ്രൊഡ്യൂസേഴ്സിന് ആർക്കും അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല അല്ലേ? ശേഷം കുറച്ച് അങ്ങനെ ഇല്ല, ഒരു വിവരവുമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരവും. നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ നടപടി വേണം, ഷാഡോ പോലീസിംഗ് അടക്കം കൃത്യമായി വേണമെന്ന്, എന്നിട്ടും അത് നടപ്പായില്ല. അതെ, ആ സമയത്ത് ഇത് വലിയ ശല്യമായി മാറിയത് ഷൂട്ടിങ്ങിൻ്റെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇതൊക്കെ പറയുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നൊക്കെ പറയുകയും ചെയ്തത്. അങ്ങനെ അതിനുശേഷം അന്വേഷണം നടന്നതായിട്ട് കണ്ടിട്ടില്ല. ഒന്നും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അറിവൊന്നും. സെറ്റുകളിൽ പരിശോധന പാടില്ല എന്ന നിലപാടെടുത്തിരുന്നു കുറേ ആളുകൾ. അപ്പോൾ അവരുടെ താല്പര്യത്തിനൊപ്പം സർക്കാർ നിന്നുവെന്നല്ലേ കരുതാൻ കഴിയൂ ഇപ്പോൾ പരിശോധനകളില്ലെങ്കിൽ? സെറ്റുകളിൽ പരിശോധിക്കാതെ തന്നെ കണ്ടുപിടിക്കാം, അല്ലാതെ തന്നെ ഹോട്ടലുകളിലോ ഒക്കെ ആയിട്ട് പരിശോധിക്കാമല്ലോ. സെറ്റുകളിൽ തന്നെ വേണമെന്നില്ലല്ലോ. ഇപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന താരങ്ങൾ, സാങ്കേതിക പ്രവർത്തകർ, ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല. എന്നാലും എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന പോലെ ഞങ്ങൾക്കും അറിയാവുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരാളെ ഇപ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാരും ഉപയോഗിക്കുന്നത് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഷിബി രാകേഷ്, ഇപ്പോൾ എന്താണ് നിങ്ങൾ കൂടുതലായി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല, എവിടെയോ തട്ടി ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുകയല്ല. ഞങ്ങളിപ്പോൾ അത് മെൻഷൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്, സിനിമ എന്ന് പറയുന്ന ഒരു ഇത് മാധ്യമം കൊണ്ടാണ് ഇവിടുത്തെ വയലൻസ് എല്ലാം നടക്കുന്നത് എന്ന രീതിയിലൊരു പ്രചരണം നടക്കുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിച്ചത്. സിനിമ കൊണ്ട് മാത്രമല്ല, സിനിമ അതിനകത്ത് ചിലപ്പോൾ ഒരു ഘടകമായേക്കാം. മറ്റ് ഗെയിംസുണ്ട്, OTTയിൽ വരുന്ന സെൻസർ ചെയ്യാത്ത സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും സിനിമയാണ് ഏറ്റവും കുഴപ്പം, അല്ലെങ്കിൽ ഒരു സിനിമയാണ് 2 സിനിമയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്രമണം നടക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് നിങ്ങളുടെ. മയക്കുമരുന്ന് സമൂഹത്തിൽ പടരുന്നുണ്ടെങ്കിൽ, അത് സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, സിനിമാ സെറ്റുകളിൽ അഭിനയിക്കാൻ വരുന്ന താരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ ഒരേ രീതിയിലാണ് എതിർക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. സിനിമയും അതിന്റെ ഒരു ഭാഗമാണ്. ദയവായി തുടരുക ശ്രീ